നമുക്ക് തേർഡ് ചാപ്റ്റർ നോക്കാം. ശബ്ദ പരിചയ 3 ഇൻട്രൊഡക്ഷൻ ടു സൗണ്ട് തേർഡ് പാർട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ന്യൂട്ടർ ജെൻഡർ, അതായത് തിങ്സ്, ഒബ്ജക്ട്സ്, നപുംസകലിംഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രോണൗണും ക്രിയാപദം വരുമ്പോൾ എങ്ങനെ എഴുതണം എന്നൊക്കെ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഏതത് കിം, ഇതെന്താണ്? ഏതത് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? കിം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് ആണ്, എന്താണ് എന്നാണ് മീനിങ്. ഏതത് കിം, ഇതെന്താണ്? ഏതത് ഗണിത്രം അസ്തി, ഗണിത്രം എന്ന് പറഞ്ഞാൽ ആക്സ്, ഡിഗ്ഗിങ് ആക്സ് ആണ് ഗണിത്രം. ഏതത് ഗണിത്രം അസ്തി, ഇതൊരു ഡിഗ്ഗിങ് ആക്സ് ആണ്, കോടാലിയാണ്. അടുത്തത് ശ്രമിക ഗണിത്രം ചാലയതി. ശ്രമിക എന്ന് പറഞ്ഞ ഫീമെയിൽ ലേബർ, ഒരു സ്ത്രീ തൊഴിലാളിയാണ്. ഗണിത്രം ആക്സ്, ചാലയതി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നു. ഈ ഫീൽഡ് പ്ലഫ് ചെയ്യാനായിട്ട് ആക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫീമെയിൽ ലേബർ ആക്സ് യൂസ് ചെയ്യാണ്. അതാണ് ഈ ഫോട്ടോയിലുള്ളത്. അപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫിൽ ഏകവചനാണ് വന്നേക്കണേ. ഏതത് എന്ന് പറഞ്ഞ പ്രോനൗൺ ഇതിന്റെ. അതുപോലെ നപുംസകലിംഗത്തിന്റെ വേർഡ് ഗണിത്രം എന്നാണ് നപുംസകലിംഗത്തിലെ ഒരു വേർഡ് വരുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. തത് കിം, തത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? തത് വിശ്രാമഗൃഹം അസ്തി, അത് ഒരു റെസ്റ്റ് ഹൗസ് ആണ്, വിശ്രമ വീടാണ്. കിം അത്ര ഭിത്തികം അസ്തി, ഇവിടെ വോളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വോളുണ്ടോ, മതിലുണ്ടോ? അത്ര ഭിത്തികം ന അസ്തി, ഇവിടെ മതിലുകൾ ഇല്ല. അത്ര എന്ന് പറഞ്ഞ ഇവിടെ, വിശ്രാമഗൃഹം എന്ന് പറഞ്ഞ റെസ്റ്റ് ഹൗസ്, ഭിത്തികം എന്ന് പറഞ്ഞ വോൾ. അപ്പോ ഈ പാരഗ്രാഫില് പ്രോണൗൺ തത് എന്നാണ്. ആദ്യത്തെ ഇതില് ഏതത്, അതായത് ഇത്, തത്ത് എന്ന് പറഞ്ഞ അത്. അപ്പോ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് സൂചിപ്പിക്കുന്നത് ഏകവചനാണ്. അപ്പോ ഒബ്ജക്ട്സ് ഗണിത്രം എന്നും ഉണ്ട്, വിശ്രാമഗൃഹം അതായത് റെസ്റ്റ് ഹൗസ് എന്നും ഉണ്ട്, ഭിത്തികം വോൾ. അതൊക്കെയാണ് ഫസ്റ്റ് രണ്ട് പാരഗ്രാഫിലെ നപുംസകലിംഗമായി വരുന്ന വേർഡ്സ്. അതുപോലെ പ്രോണൗൺ ഏതത് തത്, ഏതത് എന്ന് പറഞ്ഞ ഇത്, തത്ത് എന്ന് പറഞ്ഞ അത്. അതുപോലെ ക്രിയാപദം ചാലയതിയും പിന്നെ അസ്തി ആണ് ക്രിയാപദം ഇതിൽ വരുന്നത്. അടുത്ത സെന്റൻസ് നോക്കാം. ഏതേ കേ, ഇത് എന്താണ്? ഇത് രണ്ടും എന്താണ്? അയാളുടെ കയ്യിൽ രണ്ട് മോതിരം ഇരിക്കുന്നുണ്ട്. അപ്പോ ഏതേ അങ്കുലിയകെ സ്തഹ, അങ്കുലിയകെ എന്ന് പറഞ്ഞ രണ്ട് മോതിരം, ഇത് രണ്ടും രണ്ട് മോതിരങ്ങളാണ്. സുവർണകാരഹ അങ്കുലിയകെ രചയതി, സുവർണകാരഹ എന്ന് പറഞ്ഞ ഗോൾഡ് സ്മിത്ത്, അങ്കുലിയകെ എന്ന് പറഞ്ഞ രണ്ട് മോതിരങ്ങൾ, രചയതി എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നു. ഈ ഗോൾഡ് സ്മിത്ത് രണ്ട് മോതിരങ്ങളാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രോണൗൺ ഏതേ. അപ്പൊ ഏതത് ഏതേ എന്ന് പഠിച്ചിരുന്നു. അപ്പൊ ദ്വിവചനാണ് ഏതേ. അതുപോലെ അങ്കുലീയകം വൺ റിംഗ്, അതിന്റെ ദ്വിവചനാണ് അങ്കുലീയകെ. അടുത്തത് തേ കേ, അത് എന്താണ്? തേ എന്ന് പറഞ്ഞ തത് എന്ന പ്രോണൗണിന്റെ ദ്വിവചനാണ് തേ. തേ ബസ്യാനെ സ്തഹ, ഇത് രണ്ടും ബസ്സാണ്, ബസ്യാനെ എന്ന് പറഞ്ഞ ബസ്. ബസ്യാനം അതിന്റെ ദ്വിവചനാണ് ബസ്യാനെ. അടുത്ത സെന്റൻസ് ദേ ബസ്യാനെ കുത്ര ഗച്ഛതഃ, ക്വസ്റ്റ്യൻ ആണത്. ഈ രണ്ട് ബസ് എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഇവിടെ കാണാം, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ ബസ് പോകുന്നത്. തേ റെയിൽ സ്ഥാനകം ഗച്ഛതഃ, ഈ രണ്ട് ബസ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് പാരഗ്രാഫിൽ ദ്വിവചനാണ് പഠിച്ചത്. ദ്വിവചനം എന്ന് പറയുമ്പോൾ തത് എന്നതിന്റെ തേ എന്ന് വരും. അതുപോലെ ഏതത്തിന്റെ ഏതേ പ്രോണൗൺ. അതുപോലെ ഇവിടെ അങ്കുലീയകം റിങ്ങിന്റെ ദ്വിവചനാണ് അങ്കുലീയകെ. അതുപോലെ ബസ്യാനം, ബസ്യാനത്തിന്റെ ദ്വിവചൻ ബസ്യാനെ. കുത്ര എന്ന് പറഞ്ഞ വെയർ, റെയിൽ സ്ഥാനകം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് രണ്ട് പാരഗ്രാഫിൽ ഏകവചനാണ് പറയുന്നത്.
സെക്കൻഡ് 2 പാരഗ്രാഫില് ദ്വിവചൻ. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഏതാനി കാനി. ഏതത് അതിന്റെ ബഹുവചനാണ് ഏതാനി. ഏതത്, ഏതേ, ഏതാനി. കിം എന്ന വാക്കിന്റെ ബഹുവചനാണ് കാനി. കിം, കെ, കാനി എന്ന് വരും. അതുപോലെ ഏതത്, ഏതേ, ഏതാനി. ഏതാനി കാനി ഇവയൊക്കെ എന്താണ്? ഏതാനി കരവസ്ത്രാണി സന്ധി. ഇവയൊക്കെ ഹാൻഡ് കർച്ചീഫ് ആണ്. കരവസ്ത്രാണി എന്ന് പറഞ്ഞാൽ ഹാൻഡ് കർച്ചീഫ്. കിം ഏതാനി പുരാണാനി. ഇവയൊക്കെ പഴയതാണോ? പുരാണാനി എന്ന് പറഞ്ഞാൽ ഓൾഡ്. നാ ഏതാനി തു നൂതനാനി. അല്ല, ഇവയൊക്കെ പുതിയതാണ്. പുരാണാനി എന്ന് പറഞ്ഞാൽ ഓൾഡ്, നൂതനാനി എന്ന് പറഞ്ഞാൽ ന്യൂ. അടുത്ത പാരഗ്രാഫ് നോക്കാം. താനി കാനി. തത് എന്ന പ്രോനൗണിന്റെ ബഹുവചനാണ് താനി. താനി കദളി ഫലാനി സന്ധി. കദളി ഫലാനി എന്ന് പറഞ്ഞാൽ ബനാനാസ്. അതൊക്കെ ബനാനയാണ്, പഴങ്ങളാണ്. താനി കാനി എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ്? അവയൊക്കെ പഴങ്ങളാണ്. കിം താനി മധുരാണി. മധുരാണി എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണോ? അതൊക്കെ സ്വീറ്റ് ആണോ? ആം താനി മധുരാണി പോഷകാണി ച. മധുരാണി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്, പോഷകാണി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ഉള്ളത്. ബനാന സ്വീറ്റും ആണ്, പ്രോട്ടീൻസും ഉള്ളതാണ്. അപ്പോ ഈ 2 പാരഗ്രാഫിൽ നമ്മൾ ബഹുവചനാണ് ഡിസ്കസ് ചെയ്ത്. ഏതത് എന്ന പ്രോനൗണിന്റെ ബഹുവചനാണ് ഏതാനി. അതുപോലെ തത് എന്ന പ്രോനൗണിന്റെ ബഹുവചനാണ് താനി. അതുപോലെ കിം അതിന്റെ ബഹുവചൻ കാനി. കിം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡിന്റെ ബഹുവചൻ കാനി. പിന്നെ ഇവിടെ നപുംസകലിംഗം എന്ന് പറയാൻ കരവസ്ത്രാണി. അതുപോലെ കദളി ഫലം, കരവസ്ത്രം, കദളി ഫലം, അതൊക്കെയാണ് ഇവിടെ നപുംസകലിംഗമായി വരുന്ന വേർഡ്സ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ വേർഡ് മീനിങ്സ് നോക്കാം. അപ്പോ ആദ്യം ഏതത്. ഏതത് എന്ന് പറഞ്ഞാൽ ഇറ്റ്. വിശ്രാമഗൃഹം റെസ്റ്റ് ഹൗസ്. അത്ര ഹിയർ ഇവിടെ. ഭിത്തികം വോൾ മതിൽ. ഗണിത്രം ഡിക്കിംഗ് ആക്സ്. ശ്രമിക ഫീമെയിൽ ലേബർ. ചാലയതി മോസ് അല്ലെങ്കിൽ യൂസസ്. ഏത്തെ ദിസ് ടു. ബസ് യാനെ 2 ബസ്സസ്. അടുത്തത് പുത്ര വെയർ എവിടെ. ഗച്ഛതഹ ഗോയിങ് 2 പേർ പോകുന്നു. റെയിൽ സ്ഥാനകം റെയിൽവേ സ്റ്റേഷൻ. സ്തഹ ആർ. അങ്കുലീയകെ 2 rings. സുവർണകാരഹ ഗോൾഡ് സ്മിത്ത്. ഏതാനി ദീസ്. കദളി ഫലാനി ബനാനാസ്. മധുരാണി സ്വീറ്റ്. പോഷകാണി നൗറിഷ്മെന്റ്. കരവസ്ത്രാണി ഹാൻഡ് കർച്ചീഫ്. പുരാണാനി ഓൾഡ്. നൂതനാനി ന്യൂ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നപുംസകലിംഗം അതായത് ന്യൂട്ടർ ജെൻഡറിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പൊ ആദ്യത്തെ 2 പാരഗ്രാഫിൽ ഏകവചനാണ് ഡിസ്കസ് ചെയ്തത്. തത്, ഏതത് എന്നൊക്കെ പറഞ്ഞ പ്രോണൗൺ ഏകവചൻ. അത് കഴിഞ്ഞിട്ടുള്ള 2 പാരഗ്രാഫിൽ ദ്വിവചൻ. അതായത് ഏതത് എന്ന വാക്കിന്റെ ദ്വിവചൻ ഏത്തെ. അതുപോലെ തത് എന്ന പ്രോനൗണിന്റെ ദ്വിവചൻ തേ. അപ്പോ ഈ പ്രോനൗൺ മാറുന്നതനുസരിച്ച് അതിന്റെ വേർഡ്സ് കർത്താവും മാറും. അതുപോലെ എൻഡിങ് മാറും. അസ്ഥി എന്നതിന്റെ ദ്വിവചനാണ് സ്തഹ. അതുപോലെ ഇവിടെ അസ്ഥി എന്നതിന്റെ ബഹുവചനാണ് സന്ധി. അസ്ഥി സ്തഹ സന്ധി. ഇവിടെ കിം എന്നുണ്ട്. കിം എന്ന് പറഞ്ഞ എന്താണ്, അത് ഏകവചൻ. കെ എന്ന് പറഞ്ഞ ഇവ രണ്ടും എന്താണ്. കെ എന്ന് പറഞ്ഞ കിമ്മിന്റെ ദ്വിവചൻ. അതുപോലെ ഇവിടെ കാനി. കിം കെ കാനി. കിമ്മിന്റെ ബഹുവചനാണ് കാനി. അപ്പൊ ആദ്യത്തെ 2 പാരഗ്രാഫിൽ ഏകവചൻ, അത് കഴിഞ്ഞിട്ടുള്ള 2 പാരഗ്രാഫിൽ ദ്വിവചൻ, ലാസ്റ്റ് 2 പാരഗ്രാഫില് ബഹുവചനാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ധന്യവാദം.